അയറേം കുത്തിപ്പിടിക്കും. ഇതിങ്ങനെ വൃത്തിയായിട്ട് കിടന്നോളും ചെയ്യും. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അകത്തുനിന്ന് പറിച്ചെടുക്കാം. സിസ്റ്റീനി ചവിട്ടിയാൻ ഇത് കണ്ടോ രാവിലെ പറമ്പിലേക്കൊക്കെ പതിവില്ലാതെ പതിവില്ലാതെ പാവയ്ക്ക പറിക്കാൻ ഇറങ്ങിയതാണ്. ഈ പാവയ്ക്ക എന്തിനാ അമ്മ ഇങ്ങനെ ഈ കടലാസിനകത്ത് പൊതിഞ്ഞിടണേ? ഈച്ച കൊത്താതിരിക്കാൻ വേണ്ടി. ഞാനോടത്ത് ക്രിസ്മസ് ഒക്കെ ആറായില്ലേ? അതെ, ദീപാവലി കഴിഞ്ഞല്ലേ ഉള്ളൂ. ദീപാവലി കഴിഞ്ഞല്ലേ ഉള്ളൂ എന്നൊക്കെ. വിളവെടുപ്പാണോ അമ്മീന്ന്? പാവയ്ക്ക കേട്ടോ. ആണോ? ഭയങ്കര കയ്പൊന്നുമില്ല അല്ലേ? ഡാഡി ഇങ്ങനെ നട്ടു വച്ചിരിക്കുന്നത് കൊണ്ട് മമ്മി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുന്നു. അതെ, കുഴിക്കാത്ത വീഴല്ല കേട്ടോ. ഇവിടെ വലിയൊരു കുഴി കുത്തിയല്ലേ മമ്മി? ബയോഗ്യാസിന്റെ വേസ്റ്റ് ഇടാൻ വേണ്ടിട്ടല്ലേ. മൂത്ത പാവയ്ക്കൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇതെല്ലാം കുഞ്ഞിതാണല്ലോ മമ്മി. ഇതും കുഞ്ഞാണല്ലോ. കളിച്ച് അത്ര വലിപ്പമൊക്കെ ഉണ്ട് ഇവിടെ. അത് വേണം ഇത് വേണം നോക്കട്ടെ. ഇവിടെ ചീനി ഉണ്ട് കേട്ടോ. അതവിടെ കളയല്ലേ. ഫസ്റ്റ് ചവിട്ടിയാൻ ഇത് കണ്ടോ? അത് ചീനിയാ? ഇനി കാണാം. ചീനി ഇത് എറ്ററിനൊന്നുമല്ല. മരത്തേക്കുള്ള ഞറങ്ങണ പറങ്ങണ വള്ളി എന്നാന്ന് ചോദിച്ചാൽ പണ്ട് കാച്ചിൽ പോലും തിന്നാനില്ലാതെ കഷ്ടപ്പെട്ട് ജീവിച്ച മനുഷ്യനാ. പോർന്ന് കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഞറങ്ങണ പറങ്ങണ വള്ളി എന്നാ എന്ന് പറഞ്ഞാലും മകൾ ഇതാണ് ചീനിന്നൊക്കെ ചോദിച്ചാൽ ഇതാണ് അതാണ് മൂത്തത് ചോദിച്ചത്. പറിച്ചെടുത്തോ. അടിയുടെ പച്ചക്കറിത്തോട്ടം കണ്ടോ? അതുകൊണ്ട് പടവലമൊക്കെയാ. സമ്മിശ്ര കൃഷിയാണ്. പടവലം, കപ്പളങ്ങ, പയറ്, അത് മറ്റേത് കോവല്, റെഡ് ലേഡിയാ. കപ്പളം റെഡ് ലേഡിയാണ് നിൽക്കുന്നത്. നമ്മുടെ പാവല നിറയെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. പാവയ്ക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര പാടാ അല്ലേ എമ്മി? അവിടെ മീൻസ് ഈ പ്രാണിശല്യം. പ്രാണിശല്യം അങ്ങനെ പാടാ. ഇതൊക്കെ ഉണ്ടല്ലോ നേരത്തെ ഇവിടെ കൃഷി ചെയ്തതിന്റെ ബാക്കി തന്നെ മുളച്ചതാ. ആണോ? തന്നെ മുളച്ചത് ഇതൊക്കെ. വറക്കാനാണോ മെഴുക്കുവരട്ടിയാണോ? ഞാൻ ഓർത്തുണ്ടല്ലോ പാവയ്ക്ക തേങ്ങ കുത്തിയിട്ട് വറുത്താലോ. അങ്ങനെ ചെയ്യാം. ഇത് ഒടിച്ചുകുത്തി നാരകാ ചെയ്ത്. എന്ത് നാരകാ? അത് ഒടിച്ചുകുത്തി നാരകന്റെ കമ്പ് ഒടിച്ചു കുത്തി ഇതിന്റെ മണ്ടക്കടയൊക്കെ ചവിട്ടല്ലോ കേട്ടോ. അപ്പൊ നിധി പോലെ വെച്ചേക്കണം. ചാമ്പയെല്ലാം പൂത്ത് നിൽക്കണുണ്ടോ വെച്ചാൽ? ചാമ്പങ്ങ നമുക്ക് അച്ചാറിടാം അല്ലെ വൈനിടാം. വൈനിടാനൊക്കെ കൊള്ളാം. ഇതുണ്ടോ പയറൊക്കെ ആയി കിടന്നു. ഈ പയറാകുമ്പോഴത്തേക്ക് ഈച്ച വന്ന് എല്ലാം തിന്നു തീർക്കുക. പയറ്, പാവല് നമ്മളിങ്ങനെ വലയിട്ട് എങ്ങനെയുണ്ടോ മീ? അത് സൂപ്പറാട്ടോ. ഈ പന്തൽ എനിക്ക് ഭയങ്കര. അതെന്റെ ഐഡിയ ആണോ? ഞാൻ പറഞ്ഞായിരുന്നു. അതിനു മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു. ഡാഡി മമ്മി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വലയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തോരം പന്തലിട്ട് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോ അത് പോകൂലേ. പക്ഷെ ഇതിങ്ങനെ വൃത്തിയായിട്ട് കിടന്നോളും ചെയ്യും. നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അകത്തുനിന്ന് പറിച്ചെടുക്കാം. ഇഷ്ടപ്പെട്ടോ അമ്മയ്ക്ക്? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പന്തലിത് സ്ഥിരമായിട്ട് അവിടെ ഇരുന്നോളൂല്ലോ. വെണ്ടയൊക്കെ നിപ്പുണ്ട് കേട്ടോ. വെണ്ട ഉരുണ്ടി ആടില്ലല്ലോ. കോവല് നോക്കിയൊക്കെ നല്ല രസമുണ്ടല്ലോ ഈ വെണ്ട കാണാൻ. അത് നാടൻ വെണ്ടയാ. മറ്റേ വലിയ പൊന്തം വെണ്ട അപ്പടി ഞോളപ്പ. എനിക്ക് ഇഷ്ടമുണ്ടോ വെണ്ടക്കൊക്കെ? ഈ വെണ്ടയ്ക്കാണ് നല്ലത്. രാവിലെ കോവയ്ക്ക പറിച്ചതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി ഏതാണെന്നറിയോ മീ? കോവയ്ക്ക. എങ്ങനെ കറി വെച്ചാലും എനിക്കിഷ്ടമാണ്. കോവയ്ക്ക ഞാൻ രാവിലെ പറിച്ചോണ്ട് പോയതാ. അത്രയ്ക്ക് എന്നോട് പറയാൻ പാടില്ല ഇഷ്ടം. അമ്മയ്ക്ക് ഏത് പച്ചക്കറി ഏറ്റവും ഇഷ്ടം? എനിക്കോ? ഞാൻ എല്ലാ പച്ചക്കറികളും കൂട്ടും വെച്ചേ. തിരിച്ചു കടിക്കാത്ത എന്തും അല്ലേ? തക്കാളിയേ ഇത്രയും വലിയ കായതാ. നദി പുഴു തിന്നു അല്ലേ? ഒറ്റ ദിവസം കൊണ്ട് 8 പുഴു കയറുന്നു. രാത്രി കൊണ്ട് തിന്നു കൊടുത്തു. കുശാലായിരുന്നു. അവരെവിടുന്ന് അറിഞ്ഞു കേട്ട് വന്നോന്ന് അറിയത്തില്ല അല്ലേ? 5 തൈ മേടിച്ചത് 5 എണ്ണം പോയിന്നേ. അയച്ചാ പോയത്. കഷ്ടമാണ് അല്ലേ? ഇത് മുളക് പാകിയത്. ഇത് മല്ലിയില. മല്ലി പിന്നെ പുതിന. പുതിന അപ്പുറത്തെ പുതിന നിൽക്കുന്നു കേട്ടോ. മല്ലി ഉണ്ടല്ലോ ആദ്യം പാകിയിട്ട് ഇത്രയും മുളച്ചോളൂ. പിന്നെ അടുത്തത് പാകി നിർത്തിയേക്കുക. പിന്നെ അതേ ചീരച്ചേമ്പ് നമ്മൾ ഗ്രോ ബാഗിനകത്തോടെ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഇലയും കിട്ടിയില്ലെങ്കിൽ അത് പറിച്ച് കറി വെക്കാം. പാവയ്ക്കകത്ത് കുത്തിയിടാനായിട്ട് തേങ്ങ അരിയുക. തേങ്ങ ആദ്യം ഒന്ന് കുത്തിയെടുക്കട്ടെ കേട്ടോ. ഈ കയ്യ വെച്ച് അരിയാനൊക്കെ എളുപ്പം. ഇച്ചിരി സ്ലൈസ് ആയിട്ട് അരിയുന്നല്ലേ നല്ലത്? പാവയ്ക്ക വറക്കാനായിട്ടാ. അതിനകത്ത് ഇച്ചിരി തേങ്ങ കുത്തിയിട്ടേക്കാന്ന് ഓർത്താ. ഇതിനായിട്ട് ആദ്യമേ പാവയ്ക്ക കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പാവയ്ക്കയാണ് എങ്കിൽ പോലും ഒന്ന് കഴുകിയേക്കാം. കൊച്ചേ ഞാനിത് കാണിച്ചു തരാം എങ്ങനെ അരിയണ്ടെന്നുള്ളത്. എന്നിട്ട് അരിഞ്ഞോടനെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ടെ മമ്മി മറ്റേ സിനിമയ്ക്കകത്ത് അവള് ദൊഡലി ഉണ്ടാക്കിയോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് അമ്മ അരിയുന്നത്. ഉരുവൊക്കെ എടുത്ത് വെക്കാം. വെറുതെ കളയണ്ടല്ലോ. അടുത്ത പ്രാവശ്യം
ഞാൻ ആ കുരു അങ്ങോട്ട് തന്നെ അങ്ങോട്ട് ഇട്ടേക്കും. അല്ല നടുന്ന പരിപാടിയൊന്നുമില്ല അല്ലേ മീ? അത് അവിടെ കിടന്ന് അടുത്ത വർഷത്തേക്കൊക്കെ മുളച്ചോളും. ഇഞ്ചി ഇടിക്കണ പാത്രം അത്. അതോ? അതിനും നല്ലത് മറ്റേ ഈ കല്ലല്ലേ നല്ലത്? ഈ കല്ലന്നേരം നമ്മള് വീട്ടിലേക്ക് കറിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിക്കണതല്ലേ, ചായക്ക് ആ വെളുത്തുള്ളിയുടെ ചുവരില്ലേ. മമ്മി വെളുത്തുള്ളി രാവിലെ പച്ചക്ക് തട്ടുന്ന ആളാണല്ലോ, 3 എണ്ണമൊക്കെ. ഇപ്പൊ നിർത്തിയോ അത്? ആരും അങ്ങനെ ഒന്നും കഴിച്ചേക്കല്ലേ. അമ്മായിമ്മ കഴിച്ചു തട്ടി പോകണം. ഇവിടെ പറഞ്ഞാ കേക്കാണ്ടല്ലേ, ഇഷ്ടം പോലെ കാണിക്കട്ടെ എന്ന് വെച്ചു. മൊത്തം അരിയാണോ എനിക്ക് അരിയാൻ തരാന്ന് പറഞ്ഞിട്ട്? എന്റെ കയ്യറയൊക്കെ ഇവിടെ പോയി. കയ്യറയും കൊണ്ടേ അരിയുന്ന എനിക്ക് എളുപ്പം വെച്ചിട്ടുണ്ടോ. ഇത്രയും കട്ടിക്ക് അരിയാം കേട്ടോ. കട്ടിക്ക് അരിയണോ? തീരെ നൈസാകേണ്ടത് വറക്കുമല്ലേ. ഇത്രയും സിമ്പിൾ പരിപാടിയേ ഉള്ളൂ. അതിനാണ് മമ്മി ഈ കാണിച്ചു തരാന്ന് പറഞ്ഞത്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന പരിപാടിയാട്ടോ. ആ ഇന്ന് മാറിയെന്നേ, മാറിക്ക്. തീരാറായോ? ഞാൻ നല്ല ഷേപ്പിലാ മമ്മി കട്ട് ചെയ്യുന്നത്. ഒത്തിരി കട്ടി വേണ്ട കേട്ടോ. വേണ്ടേ? ഒത്തിരി കട്ടി വേണ്ട, വറുത്തെടുക്കാം നമുക്ക്. ഞാനാണെ പണ്ട് അരിഞ്ഞു നിർത്താനെ. പിന്നെ അമ്മി പുതിയ കത്തി മേടിച്ചിട്ട് അതെടുക്കാത്തെ? ഇതിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ഇത് മൂടി ഒന്ന് എടുത്തു പോകും. അല്ലല്ലേ, എനിക്കും ഉണ്ട് കേട്ടോ അങ്ങനത്തെ സ്വഭാവം. ഞാൻ ഇന്ന് യൂസ് ചെയ്ത് പഠിച്ച ആ കത്തിയൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ. കാര്യം പറഞ്ഞാ അവിടെ ഇരിപ്പുണ്ട്, ഇത് ഇരിക്കണല്ലേ. ഇനി ഇത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടങ്ങ് എടുക്കും അല്ലേ? ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടങ്ങ് തിരുമ്മിയിട്ട് ഇപ്പൊ തന്നെ അങ്ങ് വറുത്തേക്കാൻ വെച്ചേക്കണേ. എന്തിനാ? പച്ചമുളകേ കീറിയിട്ടാ നല്ലതാണ്. ഇവിടെ എടുത്ത് കാന്താരിയേ ഉള്ളൂ. നമ്മള് കാന്താരി ഇട്ടേനാ കുഴപ്പം? ഒന്നിനും ഭയങ്കര എരിവല്ലേ, അത് വേകാനൊക്കെ. മിക്സിംഗ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മറ്റുള്ളവർ ചെയ്യുന്ന കാണാൻ. കറിവേപ്പില ആ ലാസ്റ്റ് കോരുമ്പോ ഇട്ടാ പോരെ അമ്മി? അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്താ പോരെ? കരിഞ്ഞു പോകണ്ടല്ലോ. മമ്മിയുടെ ഇരുമ്പിന്റെ ചീനിച്ചട്ടികളെല്ലാം അടുപ്പിന്റെ അടിയിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത് അല്ലേ അമ്മി? കഴുകിയാണെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി കേട്ടോ. എണ്ണയൊക്കെ തൂത്ത് വെച്ചേക്കണം. ഇന്നിപ്പോ അത് കഴുകണമെന്നാന്ന് തോന്നുന്നു. കഴുകണ്ട, ഒരു കുഴപ്പമൊന്നുമില്ല. ഹൈ, ഇതിനകത്താണോ ഇന്ന് കുക്കിംഗ്? ഓ മമ്മിയുടെ എണ്ണ ഒഴിപ്പൊക്കെ കാണാൻ നല്ല രസമാണല്ലോ അമ്മി. ഷെഫുമാരൊക്കെ ചെയ്യണല്ലേ, ഷെഫുമാര് ചെയ്യുന്ന പോലെയുള്ളൂ, അതുപോലെയൊന്നും വരാറില്ല. ഷെഫ് ഗ്രേസി ആണോ അല്ലേ? ഗ്രേസി കുട്ടിയാണോ ഗ്രേസി ആണോ അമ്മി? അന്നക്കുട്ടി, ചിന്നക്കുട്ടി, മറിയക്കുട്ടി, പൂച്ചക്കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? മിണ്ടുന്നില്ല ഞാൻ എന്നൊക്കെ. മമ്മി ഇത് കൈമീശി വരുന്നുണ്ടോ? എന്നാ സാധനം നോക്കേ, വയറേം കുത്തിപ്പിടിക്കും. ആ കൊറേ തെറി പറഞ്ഞിട്ട് ഇപ്പൊ സമാധാനമായിട്ടിരുന്ന് കുഴച്ചോ വായി വരുന്ന ചീത്ത എല്ലാം പറഞ്ഞിട്ട് ആ ഡീസന്റ് ആയിട്ടുള്ള നിപ്പുണ്ടോ? ഇന്നെങ്ങനെ ഉണ്ടാക്കൂ? അമ്മേ എണ്ണ ചൂടായെന്നറിയാൻ എന്നാ ചെയ്യണം? കൈയിട്ട് നോക്കണോ? വേണ്ട, ഇടാൻ പോണോ? എണ്ണ മതിയോ? ചൂട് വേണമായിരിക്കാന്ന് നോക്കട്ടെ. രണ്ടായിട്ട് വറക്കാം നമുക്ക്. ഉള്ള എണ്ണ എല്ലാം കൂടെ പറയുന്ന കാര്യമില്ല. എണ്ണയൊക്കെ നന്നായിട്ട് വേണം. പിന്നെ എന്നും ഉണ്ടാക്കണില്ലല്ലോ. ഇത് നമ്മള് ഇത് പാവയ്ക്ക വറുത്ത് കഴിഞ്ഞാൽ നാളെ നമ്മള് ചിക്കൻ വറക്കും. അപ്പോൾ നമ്മുടെ മമ്മി പല വ്യഞ്ജന പരിപാടിക്ക് പോയതാട്ടോ. ഇപ്പൊ കരിഞ്ഞു പോയേനെ അല്ലേ മമ്മി? പോയില്ല. പക്ഷെ ഈ വറക്കുമ്പോ നമ്മൾ എപ്പോഴും അടുത്ത് നിൽക്കണം അല്ലേ? പെട്ടെന്ന് വറന്നു വരൂ അല്ലേ? താമസമൊന്നുമില്ല. ഇത് മമ്മിയുടെ പലവിധ അരിപ്പയിൽ ഒരെണ്ണമാണ് കേട്ടോ. വലിയൊരു അരിപ്പ. ഇതെന്തിനാ മമ്മി? കുറച്ച് കഴിയുമ്പോ ഡ്രൈ ആയിട്ട് വരും. വറുത്ത് വന്നപ്പോ കുറച്ചേ ഉള്ളൂ അല്ലേ? ശരിക്കും എനിക്ക് തിന്നാനുള്ളേ ഉള്ളൂ എന്നൊക്കെ. സൂപ്പർ അല്ലേ? ഇതിനകത്ത് തേങ്ങാക്കൊത്തിടുന്ന ഭയങ്കര ടേസ്റ്റ് ആട്ടോ. സാധാരണ എനിക്ക് ഒന്നിനും തേങ്ങാക്കൊത്തിടുന്ന അത്ര ഇഷ്ടമല്ല. നല്ല ടേസ്റ്റാ. ഇച്ചിരി കറിവേപ്പിലാണ് നമുക്ക് ലാസ്റ്റ് വറുത്തിടാം അല്ലേ? മമ്മിയുടെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ പാല് തിളച്ചാടുന്നത് ഡെയിലി അല്ലേ? ഏതോ ഒരു പ്രാവശ്യം ഒരൊറ്റ ആഴ്ച അടുപ്പിച്ചൊക്കെ പാല് തിളച്ചാടിപ്പോയി. പാല് പോണേനല്ല കുഴപ്പം. എന്റെ ദൈവം ഇതിനകത്തൂടെ വന്നേച്ചുണ്ടല്ലോ, ഇതിനകത്തൂടെ അങ്ങ് ഒഴുകും, ഇതിനകത്തൂടെ അങ്ങ് കയറും. എന്റെ പൊന്നു വെള്ളി വൃത്തിയാക്കണേ ഭയങ്കര പാടാല്ലേ? എന്ത് ചെയ്താൽ തുറച്ചെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യ ഒരു ദിവസം പോക്കാനില്ല. അന്ന് പിന്നെ എല്ലാരോടും കലിയായിരിക്കും മമ്മിക്ക്. എന്നോടും ഡാഡിയോടും എല്ലാരോടും ദേഷ്യം വരും. ചുമ്മാ പറയാ
ഒരു കയ്യകലത്തിൽ നിന്ന് ഡയലോഗ് അടിക്കുന്നതായിരിക്കും നല്ലത് അല്ലേ മീ? നല്ല നോക്കി അടി 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 അതിപ്പോ തീരും പറഞ്ഞ് ഞാനെടുത്ത് തിന്നുക. എന്നെ ഓടിച്ചുവിട്ടിട്ട് മമ്മിക്ക് ഇതിനുള്ള സൈക്കിൾ ഓടിക്കാൻ പോവല്ലേ ഇത്? ചൂടോടെ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആട്ടോ. എന്നാ അമ്മി നമ്മുടെ കറി വേറെ? നമ്മുടെ കറി നല്ല മത്തി കറി വെച്ചേക്കണ്ട, നല്ല നാടൻ ചാള അല്ലേ? കുഞ്ഞു ചാളയായിരുന്നു കേട്ടോ. കടലക്കറി, കടലാക്രമണം, കുഞ്ഞു ചാളയായിരുന്നു ഒന്ന്. പിന്നെന്താ അമ്മി വേറെ? ഇത് പിന്നെ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ വീട്ടില്. തൈരുണ്ട്. അതെ, തൈരുണ്ട്. നല്ല കുറെ പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ മതി അല്ലേ? ചുണ്ടും പയറ് ഇരിപ്പുണ്ട്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്, ചുണ്ടും പയറുന്ന നമ്മുടെ മൾബറി തോരൻ, സ്ട്രോബെറി എന്ന് എനിക്ക് എപ്പോഴും വരുന്നത്. അപ്പൊ നമ്മുടെ പാവയ്ക്ക വറുത്തതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തോണ്ടിരുന്നപ്പോ തന്നെ പകുതി മമ്മി നിന്നു. ഫൈനൽ ഇതായപ്പോഴത്തേക്ക് എനിക്കൊരു കോള് വന്ന് മാറേണ്ട വന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് കറിവേപ്പില വറുത്ത് ഇടുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല. വെച്ചോണ്ടിരുന്ന കരിഞ്ഞു പോവില്ല, അതുകൊണ്ട് ഞാൻ വറുത്ത് കോരി 3-4 വാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ തിന്നു തീർക്കാം. തിന്നാത്തവരും കൂടെ തിന്നു പോകും. പാവയ്ക്ക് ഇഷ്ടമില്ലാത്തവരും കൂടെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നു അല്ലേ? അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. മമ്മി എന്നാ പറഞ്ഞേ? ഇങ്ങനെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കാൻ പോവാ, അല്ലെങ്കിൽ ഉച്ചക്കത്തേക്ക് കിട്ടില്ല അതല്ലേ? എന്നാ സാധനം കൊടുക്കാൻ പറ്റില്ല. ഞാൻ തന്നെ തിന്നും.